ഇന്ന് നമ്മൾ കാണാമെന്ന ഡ്രാമയുടെ പേര് സ്പ്രിംഗ് ഓഫ് യൂത്ത്. ഈ കഥയിലെ ഹീറോ ഒരു വലിയ സിംഗറാണ്. അതുകൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഐഡൽ എന്ന് പറയാം. അവൻ അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവന്റെ ടീമിന്റെ കൂടെ ഒരു പെർഫോമൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കൂടെ ഡാൻസ് കളിക്കുന്നവനും അറിയാതെ ഇവന്റെ കണ്ണിനകത്ത് കമ്പിയും കൊണ്ടങ്ങ് അടിക്കും. അതുകൊണ്ട് പാവം ഇവന്റെ കണ്ണങ്ങ് പോവും. അങ്ങനെ കണ്ണ് ഫുള്ളും ചോരയോടെ ഇവൻ ആശുപത്രി കൊണ്ടാക്കുമ്പോഴാണ് എമർജൻസി വാർഡിൽ കിടക്കുന്ന ഇവന് പുതിയൊരു കണ്ണ് മാറ്റി വെച്ചാല് ഇവന് തിരിച്ച് കാഴ്ച കിട്ടത്തുള്ളു. പക്ഷെ അതും കിട്ടാൻ പാടാ. അങ്ങനെ അതുകൊണ്ട് ആ കാര്യം ഡോക്ടർ ഇവന്റെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനാണ് പേടിച്ചിട്ട് എനിക്ക് പെർഫോമൻസ് ഉണ്ട് അമ്മയെന്ന് പറഞ്ഞ് അവൻ അതിൽ പങ്കെടുത്താല് ഒരു വലിയ സിംഗർ ആകാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. ഇവന്റെ അമ്മ അവനെ സമാധാനപ്പെടുത്തുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഇവന്റെ സർജറിയും കഴിഞ്ഞ് ഇവന് തിരിച്ച് കാഴ്ച വരും. കാരണം ആരോ ഇവന് ഐ ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച പോലെ അവസാനം ഒരു ഫേമസ് ആയിട്ടുള്ള ഐഡലായിട്ട് മാറും. ഇവനാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ. ഇവന്റെ പേര് സാഗ്യ. അങ്ങനെ അവൻ ആഗ്രഹിച്ചതിനേക്കാളും ഈ ലോകത്ത് മൊത്തം ഫേമസ് ആയിട്ടുള്ള ക്രൗൺ ബാൻഡിലെ മെയിൻ മെമ്പർ ആയിട്ട് ഇവൻ മാറും. അതുകൊണ്ട് കൂടുതൽ പേരും ഇവനാണ് ഫാൻസ് ഉള്ള. അങ്ങനെ അവസാന പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവനും അവന്റെ ഫാൻസിനെല്ലാം താങ്ക്സ് പറയും. ഇവരുടെ അവസാനത്തെ പാട്ട് വേൾഡ് ലെവലിൽ ഫസ്റ്റ് അടിച്ചെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി ഇവന്റെ ടീംസുമായിട്ടും ബോസുമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ എല്ലാരും മൊത്തത്തിൽ ഫിറ്റ് ആകുമ്പോഴാണ് ഇവന് കുറച്ച് ഫിറ്റ് ആയതോടെ അവൻ ഇതിനു മുമ്പ് കാണാത്ത കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നിട്ട് പോകും. അതായത് ആർക്കോ ആക്സിഡന്റ് ആയതുപോലെയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവൻ ബെഡിൽ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവൻ ഇതുവരെ കാണാത്തൊരു മുഖം ഇവന്റെ സ്വപ്നത്തിൽ വന്നു. അങ്ങനെ ഇത് ആദ്യമായിട്ടൊന്നല്ല, ഇവന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവൻ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ വരുന്നത്. അങ്ങനെ അതിനകത്ത് കേൾക്കുന്ന ഒരു മെല്ലഡിയെ കേട്ടോണ്ട് ഇവനിപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോഴാണ് കറക്റ്റ് 5:45 എഴുന്നേക്കും. അപ്പോഴാണ് അവനും ഡെയിലി 5:45 ഞാൻ എന്തിനു എഴുന്നേക്കുന്നെന്ന് പറഞ്ഞ് അവന് തന്നെ ഒന്നും പിടികിട്ടത്തില്ല. എന്നിട്ട് അവന് രാവിലെ തന്നെ എഴുന്നേറ്റ് വർക്കൗട്ടായി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഡ്രാമയിലെ ഹീറോയിനെ കാണിക്കുന്നത്. ഇവളുടെ പേര് കിംബോം. അങ്ങനെ അവളും അവളുടെ അമ്മയുടെ ഓർമ്മയായിട്ടുള്ള ചെയിൻ എടുത്തിട്ടോണ്ട് അവളുടെ അമ്മയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അതേസമയം സാഗി അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് അവന്റെ മാനേജറാണ് വരും. പക്ഷെ അവനാണ് ഫോൺ എടുക്കാതെ അവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ നിന്നെ കാണാൻ പൊളിയാടാന്നറിഞ്ഞ് അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവനൊരു കാര്യം അറിയാൻ വരുന്ന ഇവന്റെ മാനേജറോട് വരാനുള്ള കാരണം ഇന്നലെ ഇവൻ വെള്ളം അടിച്ചിട്ട് അവന്റെ ബോസിനെ അടിച്ച് പൊട്ടിച്ച് കാണും. അങ്ങനെ ആ വീഡിയോ കണ്ട് അവനാണ് ഷോക്കായിട്ട് ഞാനാണോ മിസ്റ്റർ ജോയിനെ അടിച്ചിട്ടേന്ന് പറഞ്ഞ് അവൻ തന്നെ ചോദിക്കുമ്പം ഇവന്റെ മാനേജറും നിനക്ക് ഇതുപോലെ ഓർമ്മയില്ലടാന്ന് പറഞ്ഞ് ഇപ്പൊ ഈ വീഡിയോ വൈറലായി മൊത്തത്തിൽ സീനായെന്ന് പറയും. അപ്പോഴാണ് അവന് വിശ്വസിക്കാൻ പറ്റാതെ സത്യത്തിൽ ഞാൻ തന്നെയാണോ എങ്കിൽ പിന്നെ അങ്ങേർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഏതിന് ഇവന് പേടിക്കുമ്പം ഇത് കേട്ട് അവനും ആദ്യം നീ നിന്നെ കുറിച്ച് വിഷമിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനെ കുറിച്ച് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് ആന്ന് പറയും. അതുകൊണ്ട് ഇതോടെ അവന്റെ കരിയർ തന്നെ പോവെന്ന് പേടിച്ച് അവൻ അവിടെ നിലവിളിക്കും. അതിനുശേഷം ഇവിടെ കിംബോമും അവളൊരു പാട്ട് എഴുതി അത് കാണിക്കാൻ വേണ്ടി മിസ്റ്റർ ജോയുടെ കമ്പനിയിലേക്ക് വരുമ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന സാഗിയെ കണ്ടിട്ട് എല്ലാരും കൂടി ഇവളെ അങ്ങ് ഇടിച്ചിടും. അപ്പോഴാണ് ഇവളുടെ ചെയിനിൽ നിന്ന് കേൾക്കുന്ന ആ മെല്ലഡി സോങ് കേട്ട് ഇവനും അതെനിക്ക് സ്വപ്നത്തിൽ കേൾക്കുന്ന പാട്ടല്ലെന്ന് പറഞ്ഞ് അവനത് എവിടെന്നാ കേൾക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ മാനേജറും ചുമ്മാ നോക്കി നിൽക്കാതെ അകത്തേ കയറി പോടാന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് പറഞ്ഞയക്കും. അതിനുശേഷം ഇവിടെ അവളും കമ്പനിയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവിടെ സാഗയുടെ ബോസിന്റെ മകളാണ് ഇവളെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ അതുകൊണ്ട് അവളും ഇവളുടെ അടുത്ത് ഒരു കോൺട്രാക്ട് വെച്ചിട്ട് ഇവൾ എഴുതിയ എല്ലാ പാട്ടും സൈനിട്ട് അവകാശം എല്ലാം ഈ കമ്പനിക്ക് തരാൻ പറയുമ്പോൾ അവള് ഷോക്കായിട്ട് ഞാൻ സൈനിട്ട് തരുവാണ് പിന്നെ അത് എന്റെ പാട്ടെന്ന് ആരും അറിയത്തില്ലല്ലോ എന്ന് ഇവളും ചോദിക്കുമ്പം ഇത് കേട്ട് മറ്റവളും നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം നിന്റെ പാട്ട് ഞങ്ങൾക്ക് തന്നേരെന്ന് പറഞ്ഞ് അവരാ കോൺട്രാക്ട് വെച്ചിട്ട് ഒരു ജോലിക്കാരായിട്ട് പുറത്തേക്ക് ചെല്ലും. പക്ഷെ ഇവൾക്കാണ് അത് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇതേസമയം കമ്പനി മൊത്തത്തിൽ സാഗി അയാൾ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് അവരെല്ലാം ടെൻഷനായിട്ടിരിക്കുമ്പം ഇവനാണ് എല്ലാം ഒളിഞ്ഞു കേട്ടോണ്ട് എനിക്ക് മൊത്തം സീനായോ പൊന്നേന്ന് പറഞ്ഞ് അവൻ പേടിച്ച് ഒളിഞ്ഞേക്കാൻ വേണ്ടി നോക്കും. അതേസമയം കിംബമാണ് അവളുടെ പാട്ടിന്റെ റൈറ്റ്സ് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ സാഗിയെ മൊത്തത്തിൽ പേടിച്ചിട്ട് ഞാനിനി എന്തോ ചെയ്യും ദൈവമേ എന്റെ അമ്മയെ പോലെ തന്നെ അങ്ങേര് ഞാൻ കുറെ സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ മിസ്റ്റർ ജോയെ ഞാൻ അടിച്ചിട്ടോ എന്നിന് ഇവനെ സങ്കടത്തിരിക്കുമ്പം ഇവന്റെ മാനേജറും ഇവൻ അടിച്ചിട്ട് വീഡിയോ കാരണം 10 ബില്യനാ ഈ കമ്പനിന്ന് നഷ്ടമായെന്ന് പറയും. അതും വെറും 2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് ഇവൻ എന്തിനാ അടിച്ചിട്ടെന്ന് ചോദിക്കുമ്പം അവനാണ് സത്യത്തിൽ എനിക്കൊരു ഓർമ്മയില്ല ഞാൻ അറിയാതെ ഡ്രിങ്ക്സ് കുടിച്ച് തെറ്റായി പോയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മിസ്റ്റർ ജോയുടെ മകള് ജീന അവിടേക്ക് വരും. അങ്ങനെ അവള് സാഗിയെ വിളിച്ചോണ്ട് പോയി ഇനി വരുന്ന പെർഫോമൻസ് ഇവനില്ലാതെ ബാക്കി മെമ്പേഴ്സ് മാത്രം ചെയ്യുന്ന പറയും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇവനെ പുറത്തേക്കൊന്ന് വരണ്ടെന്ന ഇവളുടെ അച്ഛൻ പറഞ്ഞെന്ന് പറയുമ്പം അവനാണ് ഞാൻ തുറന്ന് സോറി പറയാന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞു നോക്കുമ്പം ഇവൾ ഈ കാരണം വെച്ച് തന്നെ ഇവന് ഇഷ്ടമില്ലാത്ത കുറെ പേര് ഇവനെ മാത്രമല്ലാതെ ഇവന്റെ ബാൻഡ് ക്രൗണിനെയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവൻ കാരണം ഇവന്റെ ബാക്കി ടീം മെമ്പേഴ്സിന് ഭക്ഷണം വരണ്ടെങ്കിൽ ഇവൻ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടൊന്ന് വരണ്ടെന്ന് പറഞ്ഞ് വേണം ആ സമയത്ത് ഇവനെ കോളേജിൽ ചെന്ന് പഠിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് ഷോക്കായിട്ട് പറഞ്ഞാലും ഞാൻ കോളേജിൽ പഠിക്കുന്നതാണല്ലേ ഞാൻ ക്ലാസ്സിൽ പോകത്തോണ്ട് എനിക്ക് അതുപോലെ ഓർമ്മയില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ അച്ഛൻ മിസ്റ്റർ ജോ എന്താ പറയുന്നത് അയാൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഏതിന് ഇവനെ ചോദിക്കുമ്പം അവളാണ് പിന്നെ എന്റെ അച്ഛൻ അടി വാങ്ങിച്ചിട്ട് നിന്നെ നോക്കി ചിരിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ അദ്ദേഹത്തിനോട് ദേഷ്യമുണ്ടെന്ന് പറയും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ഇവനിപ്പം പുറത്തേക്കൊന്ന് വരണ്ടെന്ന് പറയുമ്പം അവനെങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഇവൾക്ക് സമ്മതം
കൊടുക്കും. അതിനുശേഷം ജീന അവളുടെ ഓഫീസിലേക്ക് വരുമ്പോഴാണ് ഇവിടെ കിംബോം ആ കോൺട്രാക്ടിനകത്ത് എന്റെ അവകാശം തട്ടിപ്പറിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ അതിനകത്ത് എഴുതി വെച്ചിട്ട് പോയി കാണും. കാരണം അവളുടെ പേരിട്ട് ആ പാട്ട് റിലീസ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ച്. അങ്ങനെ കിംബോമിന് അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ട് അവളുടെ ആന്റിയുടെ കൂടെയും കസിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ ആന്റിക്ക് മോളെക്കാളും ഇവളോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. അങ്ങനെ അവർ സ്നേഹത്തിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവളെ കഴിച്ചോളം പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അടുത്തിരുന്നവളുടെ കസിനും ഞാൻ വല്ല നീ ആയിരുന്നെങ്കിൽ എന്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെന്ന് പറഞ്ഞ് കിംബോമിന് അഡ്വൈസ് ചെയ്യും. കാരണം അവളുടെ വീടാണിത്. അതോടെ അടുത്ത സെക്കൻഡ് തന്നെ ഇവളുടെ അമ്മയും നിനക്കൊരു അടിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞ് അവളെ അടിച്ച് പൊട്ടിക്കുമ്പോൾ കിംബോമാണ് അവളുടെ ആന്റിയോട് ദേഷ്യപ്പെടും. ഇനി ഈ വീട് ലോൺ വെച്ച അവൾ നോക്കി ചുമ്മാ ഇരിക്കത്തില്ലെന്ന്. അപ്പോഴാണ് അവളുടെ ആന്റിയും എടി നീ എന്നെ പേടിപ്പിക്കുവാണോ? ഇത് പവറുള്ള ഒരു വ്യക്തി വീക്കായിട്ടുള്ള ആൾക്കാർക്കെതിരെ യൂസ് ചെയ്യുന്ന ഒരു വെപ്പാണ്. ഇത് നീ ചെയ്തൂടാ മോളെ. നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ, അതിന് വേണ്ടിയാണ് ഞാൻ ഈ ലോൺ എടുത്ത്. നമ്മളെല്ലാരും കടൻ അടച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ. എന്നിന് ആന്റിയും പറയുമ്പം ഇത് കേട്ട് കസിന് സപ്പോർട്ട് ചെയ്ത് നീ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കോടി എന്ന് പറഞ്ഞ് അവളും കൂടെ ചോദിക്കും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാഗിയുടെ ഡൈഹാർഡ് ആയിട്ടുള്ള ഫാൻ കസിന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവനിന് കുറച്ച് ദിവസത്തേക്ക് പെർഫോമൻസ് ഇല്ലെന്ന് അറിഞ്ഞ ഉടനെ ഇവളാണ് മൊത്തത്തിൽ തകർന്നു പോകും. ഇതേ സമയം ആശുപത്രി ഇരിക്കുന്ന അവന്റെ ബോസ് ജോയും ആ വീഡിയോയെ കണ്ടിട്ട് സാഗി അടിച്ചായിരിക്കും ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ഇയാൾ അതൊക്കെ ആലോചിച്ച് പേടിച്ചിട്ട് അന്ന് ആ സംഭവം നടന്നപ്പോ അവനെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞ് ഇയാൾ എന്തോ ആലോചിച്ച് പേടിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം തൊട്ട് സാഗിയ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവന്റെ മാനേജറും ഇവനെ സ്റ്റൈലായിട്ട് കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇവ ഫസ്റ്റ് ഡേ പോയി എന്തോ ചെയ്യാൻ പോകുന്ന ചോദിക്കും. അപ്പോഴാണ് അവനും ഫസ്റ്റ് ഡേ തന്നെ ആ കോളേജ് മൊത്തത്തിൽ എന്റെ കൺട്രോളിലാക്കും പറഞ്ഞ് അവന് സൂര്യൻ തന്നെ എന്റെ പുറകെ കാണുന്ന പറഞ്ഞ് കോളേജിലേക്ക് ചെല്ലുമ്പം നല്ല കട്ടയ്ക്ക് മഴയായിരിക്കും. അതുകൊണ്ട് അവനും എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇതുവരെ എന്തുവാ ഒരുത്തം പോലെ ഇവന് മൈൻഡ് ചെയ്യാത്തും ചോദിക്കും. കാരണം അളിയും പ്രതീക്ഷിച്ച് കോളേജിലേക്ക് വരാൻ പോകുന്ന കാര്യം അറിഞ്ഞ് എല്ലാവരും ഫ്ലവേഴ്സ് ആയിട്ട് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് കുറച്ച് പെൺപിള്ളേർ അവിടേക്ക് വരുന്നിട്ട് ഇവന് പിള്ളേരൊക്കെ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവരെല്ലാരും കൂടെ ഇവനെ തള്ളിയിട്ട് അങ്ങ് ഓടിച്ചെല്ലും. അതിനുശേഷം അവനും നാണം കെട്ട് ആരും കണ്ടില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റിരിക്കുമ്പം ഇതേ സമയം അവിടേക്ക് വരുന്ന കിംബമാണ് മഴയത്ത് മാറി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കപ്പിൾസ് കിസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവൾ അടുത്തുണ്ടെന്ന് കാണിക്കാൻ നോക്കിയാലും അവരാ കിസ് കണ്ടിന്യൂ ചെയ്യുമ്പം ഇവൾ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിടും. അങ്ങനെ രണ്ടുപേരും പഠിക്കുന്ന ഒരേ കോളേജിലാണ്. അങ്ങനെ അവളും മഴയത്തുനിന്ന് മാറി ഒരു മരത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് ടേയാങ് ഫോൺ വിളിച്ച് അവൾ എവിടെ ഉള്ളതെന്ന് തിരക്കും. അപ്പോഴാണ് അവനും ഇവളുള്ള സ്ഥലം മനസ്സിലാക്കിയിട്ട് ഇവൾക്ക് വേണ്ടി കൊടയേട്ടാൻ വരാന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യും. ഇതേ സമയം സാഗിയും ഈ മഴ നിന്നോടെ ദൈവമേന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിച്ച് കൂയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവന്റെ സ്വപ്നത്തിൽ വരുന്ന ആ മെല്ലഡി സോങ് വീണ്ടും കേൾക്കും. അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് ഈ സൗണ്ട് വീണ്ടും കേൾക്കുവാണല്ലെന്ന് പറഞ്ഞ് ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞ് അവനത് ഫോക്കസ് ചെയ്ത് പോകും. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്ന ഈ മെല്ലഡി സോങ് കേൾക്കുന്ന കിംബോമിന്റെ അടുത്തിരുന്ന. അങ്ങനെ അവളുടെ ചെയിനിൽ നിന്നാണ് ആ പാട്ട് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഇവർ തമ്മിൽ ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അപ്പോഴാണ് അവൻ അവളെ നോക്കിക്കൊണ്ട് ഈ മെല്ലഡിന്റെ സ്വപ്നത്തിൽ വന്ന എങ്കിൽ പിന്നെ ഇവൾക്ക് ആ മെല്ലഡായിട്ട് എന്തോ ബന്ധം പറഞ്ഞ് അവൻ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ ചെയിനിൽ നിന്ന് കേട്ട ആ മെല്ലഡി മ്യൂസിക് എന്തോ ചോദിക്കും. അപ്പോഴാണ് അവളും അതെന്തിന് ഇവൻ ചോദിക്കുന്നത് പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോ തന്നെ ടെയ്യങ്ങാണ് ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരും. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോയതോടെ ഇവൻ ആ സ്വപ്നത്തിൽ വന്ന പാട്ട് ഇവളോട് ചോദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കുറച്ച് വിഷമിച്ചിരിക്കും. അതുകൊണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ നോക്കിയാലും ഇവൻ ഉറക്കം വരാതെ സത്യത്തിൽ ആ പാട്ട് എന്തിന് അവളുടെ അടുത്ത് കേട്ടെന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും വീണ്ടും അതോർത്ത് ആലോചിച്ചോണ്ടിരിക്കും. ഇനിയിപ്പോ ഇത് അവളുടെ പാട്ടാണെങ്കിലും ആ മെല്ലഡി എന്തിന് എന്റെ സ്വപ്നത്തിൽ വരുന്നതെന്ന് പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് കുറെ ആലോചിച്ചോട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം കിംബോമിന്റെ വീടിന്റെ പുറത്ത് ടെയ്യങ് വന്ന് നിൽക്കുമ്പോഴാണ് അവന് ചുമ്മാ ഈ വഴിക്ക് പോയതുകൊണ്ട് വന്നയാന്ന് അറിയാം. പക്ഷെ അവൻ മനഃപൂർവ്വം ഇവളെ കാണാൻ വേണ്ടി വന്നയാ. കാരണം അവൻ ഇവളെ ഇഷ്ടമാണ്. അപ്പോഴാണ് അവിടേക്ക് അവളുടെ കസിനും ചുമ്മാ വന്നവനാണ് അവിടെ കുറെ സമയത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് എന്തായാലും വെറൈറ്റി ആയിട്ട് ഒരു റീസൺ പറ എന്റെ പൊന്നു മോനെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വേണ്ടിയല്ലേ ഇവിടം വരെ വന്നേന്ന് അവള് ഷോ കാണിക്കുമ്പം ഇവനാണ് അതെന്തിനാ അങ്ങനെ നീ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അവളോട് തന്നെ ചോദിക്കും. അപ്പോഴാണ് കസിൻ അതൊന്നും കണക്കെടുക്കാതെ എനിക്ക് സാഗിയെ മാത്രം ഇഷ്ടമുള്ളെന്ന് പറഞ്ഞ് ഇവളുടെ മനസ്സിൽ വേറെ ആർക്കും സ്ഥാനമില്ലെന്ന് അവൾ സ്വയം പൊക്കി സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനാണ് ദേഷ്യത്തി ഇവൾക്ക് ഭ്രാന്താണ്, എല്ലാ സമയത്തും അവൾ സ്വപ്നത്തിൽ തന്നെ ജീവിക്കുകയാണ്, നീ വേണേ ഒരു ഡോക്ടറിനോട് അവൾ വിളിച്ചോണ്ടോ എന്ന് ഇവനും പറയുമ്പം ഇത് കേട്ട് അവളും ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അത് കണ്ട് അവൻ മൊത്തം സ്റ്റണ്ണായി പോന്നത്. അതിനുശേഷം അടുത്ത ദിവസം മാസമായിട്ട് ഇവന് കാർ എടുത്തോണ്ട് എല്ലാരും അറിയാൻ വേണ്ടി കോളേജിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവന്റെ ഫാൻസ് എല്ലാം കൂടെ സാഗിയ വരുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവന്റെ പുറകെ തന്നെ ഓടിച്ചെന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇന്നലത്തെ മാസം ഇന്ന് കൊടുക്കാൻ പോകുന്ന പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പം അതേസമയം ആ വഴി കൂടെ പോകുന്ന കിംബോമും ടേയും കൂടെ ഇവനെ മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം ഇവന്റെ ഫാൻസ് എല്ലാം കൂടെ ഇവനെ പാട്ട് പാടാൻ പറയുമ്പം അവന് ഗിത്താറൊക്കെ എടുത്ത് അവർക്കൊരു പെർഫോമൻസ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് ലൈബ്രറിയിൽ നിന്ന് ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് മിണ്ടായിരുന്നില്ല ഞാൻ കംപ്ലൈന്റ് എടുക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വാൺ ചെയ്തിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ ഫാൻസ് എല്ലാം അവന് പ്രാന്താന്ന് പറഞ്ഞ് ഇവന്റെ പാട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുമ്പം അവനും പേടിച്ചിട്ട് തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി എന്ന് പറഞ്ഞ് ഇനി ക്ലാസ്സിന് പോകണ്ടെന്ന് പറയും.
അപ്പരാണ് കസിനാണ് സന്തോഷത്തി നിന്നെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവള് ഞാനാ നിന്റെ ബെസ്റ്റ് ഫാൻ എന്ന് അന്ന് സ്റ്റേജിന്റെ അടുത്ത് ഇവളെ കണ്ടോന്ന് ചോദിക്കും. അപ്പരാണ് അവനും പിന്നല്ല നിന്നെ കാണാതിരിക്കോ മോളെ എന്ന് പറഞ്ഞ് അവളുടെ ക്യൂട്ട്നെസ് ഞാൻ വീണോ എന്ന് പറയുമ്പോൾ അവസാനം അവള് മൊത്തത്തിൽ വീണു. അതിനുശേഷം ഇവള് തന്നെ അവന്റെ ക്ലാസ്സിലേക്ക് വിളിച്ചോണ്ടുപോയി നമ്മുടെ സാഗി ഇവിടെ എത്തി എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ അവന്മാരും ഇവനെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പനാണ് അവന് നാണം കെട്ട് അവന്മാരെന്നെ അവോയ്ഡ് ചെയ്തില്ലെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ അവൾ ഇവനെ സമ്മാനപ്പെടുത്തിയിട്ട് അവന്മാര് ദേശീയ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവൻ ആക്ടിങ് ക്ലാസ് വന്നേക്കുന്നുണ്ട്. അവിടെ സാർ ആരെങ്കിലൊക്കെ ഒരു സീൻ വന്നിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സാഗിയും ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ ചെന്ന് ആക്ട് ചെയ്യും. അപ്പരാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും മിക്കാറും ഇവൻ അടിച്ച് കലക്കെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആക്ട് ചെയ്യാൻ പറ്റാതെ അവിടെ ചുമ്മാ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ എല്ലാവരും ഇവനെ കളിയാക്കി ചിരിക്കുമ്പോഴാണ് സാറും ഇവന്റെ ആക്ടിങ് പക്ക വേസ്റ്റാന്ന് പറയാൻ വരും. പക്ഷെ അതിനു മുമ്പേ തന്നെ അവനും എന്റെ ആക്ടിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട സാറേ, എനിക്കറിയാം പൊളിയാണെന്ന്. സോ എല്ലാവർക്കും ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാം, എന്റെ ചെലവ്. എന്നിട്ട് അവൻ അപ്പം തന്നെ ക്യാൻറ്റീൻ എല്ലാവരും വിളിച്ചോണ്ട് പോയിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഫുഡ് ഫ്രീ ആന്ന്, ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും എല്ലാവരും വാങ്ങിച്ചോളാൻ പറയും. അതിനുശേഷം പ്രിൻസിപ്പൾ ഇവനെ വിളിച്ചു വരുത്തി ഇവൻ കാരണം ഈ കോളേജ് ഫേമസ് ആകണം എന്ന് പറയും. അങ്ങനെ സാഗ എല്ലാവർക്കും ചെലവ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ 2 പയ്യന്മാരാണ് വന്നിട്ട് ഇവനെ കൊണ്ട് പറ്റുമെങ്കിൽ ഫീസ് അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് ഇവന്റെ പൈസ തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നല്ലാതെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ് ആവശ്യമുള്ള പൈസയൊക്കെ അവൻ തരാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. പക്ഷെ ഇവന്മാർ അവനെ ചുമ്മാ പറ്റിച്ച. അതിനുശേഷം ഇവിടെ കിംബോമാണ് അവളുടെ വീട്ടിന്റെ ഒരു ഭാഗം വാടക കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും. എന്നാൽ അതിൽ നിന്നെങ്കിലും കുറച്ച് പൈസ കിട്ടത്തുള്ളന്ന്. അങ്ങനെ അതിനുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിട്ട് അവളെ റെസ്റ്റോറന്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടുത്തെ ഒരു പിയാനോ ഇവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം കൊച്ചിലെ തൊട്ട് ഇവള് വായിച്ച പിയാനോ ആണ് അത്. അങ്ങനെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി അവൾ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സാഗിയാണ് ഇന്നും അവളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ കിംബോമിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ അവന്റെ ബോസ് ജോയും സാഗി അന്ന് അടിയുണ്ടാക്കിയതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളുടെ മകളാണ് അവിടേക്ക് വന്നിട്ട് അന്ന് സാഗി എന്തു പറഞ്ഞ അച്ഛൻ അടിച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളുടെ അച്ഛനും അതിനെ കുറിച്ചും ചോദിക്കണ്ട, അവൻ എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ ചോദിക്കുമ്പോൾ അവൾ അവനൊരു ഓർമ്മയില്ലെന്ന് പറയും. എന്നിട്ട് അടുത്ത ദിവസം ഇവിടെ സാഗിയും ഫാൻസ് കാരണം കിംബോമിനെ അന്വേഷിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവൻ ആരും കണ്ടുപിടിക്കത്തില്ലെന്ന് പറഞ്ഞ് കിംബോമിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവനാണ് ഒരു പെങ്കൊച്ചും അവള് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഇവനോട് പറയുമ്പോഴാണ് ഇവൾ അടുത്ത സെക്കൻഡ് തന്നെ ഇവളെ കുറിച്ച് അവനോട് പറഞ്ഞ കാര്യം കിംബോമിന് മെസ്സേജ് അറിയും. അതായത് ഇവൾ വർക്ക് ചെയ്യുന്ന കാര്യം അവനോട് പറഞ്ഞ്. അപ്പോഴാണ് കറക്റ്റ് അതേസമയം ഇവൾ അവിടേക്ക് സാഗി വരുന്നിട്ട് അവിടെ പതുങ്ങിയിരിക്കുമ്പോൾ ഇവന് കിംബോം ഇവളാണ് ജോലി എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു പെങ്കൊച്ചിനോട് ചോദിക്കും. അപ്പോഴാണ് അവളും കിംബോമിന് ഇവനെ കാണാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ എപ്പോഴേ പോയെന്ന് പറയുമ്പോൾ ഇവനേക്ക് പിന്നെ നാളെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ഇവളുടെ കൂട്ടുകാരിയും സാഗി എങ്ങനെ പരിചയം എന്ന് പറഞ്ഞ് അവളോട് കുറെ ചോദ്യം ചോദിക്കുമ്പോൾ കിംബോം ഞാൻ ഒരു തവണ കണ്ടോളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോഴാണ് കറക്റ്റ് ഇവളുടെ ഫ്രണ്ട് വീണ്ടും സാഗിയ നിൽക്കുന്നത്. അങ്ങനെ അവനെ കണ്ട് അവൾ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും അവനാണ് പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അവൻ അവളുടെ പുറകെ തന്നെ വന്നോണ്ട് ആ മെല്ലഡി എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവളാണ് അത് അവൾ എഴുതിയ സ്വന്തം മ്യൂസിക്കാന്ന് പറഞ്ഞിട്ട് അവൾ വേഗത്തിൽ നടന്നു പോകും. അപ്പോഴാണ് ഇവനും എന്റെ സ്വപ്നത്തിൽ മെല്ലഡി വന്നോണ്ട ഞാൻ നിന്നോട് ചോദിച്ചെന്ന് പറഞ്ഞ് ഇവളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കിടന്ന് തെയ്യങ്ങാണ് ഇവൻ എന്തിനാ വീണ്ടും ഇവളുടെ പുറകെ ശല്യപ്പെടുന്നതെന്ന് ചോദിക്കും. അങ്ങനെ സാഗിയും അവളുടെ പുറകെ വരാൻ നോക്കുമ്പോൾ തെയ്യങ്ങാണ് അവനെ പിടിച്ച് കമത്തിയിട്ടിട്ട് ഇനി മേലെ അവളുടെ പുറകെ വന്നോലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് സാഗിയാണ് പേടിക്കാതെ എന്റെ പൊന്നളിയാ ഇങ്ങനെ തടിക്കൊക്കെ പേടിച്ചോടുന്നവനൊന്നുമില്ല ഞാൻ, എന്റെ സംശയം തീരാതെ ഞാൻ നിക്കത്തില്ല. ഏതായാലും അവനും കോളേജിലേക്ക് വന്ന് ഇവളുടെ പേര് വിളിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അതേസമയം മ്യൂസിക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന ഇവരാണ് ഇത് കേട്ട് ഷോക്കാകും. അങ്ങനെ ഉള്ള എല്ലാവരോടും ചോദിച്ചു മനസ്സിലാക്കി അവൻ ഇവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അകത്തേക്ക് വരുമ്പോഴാണ് തെയ്യങ്ങാണ് അപ്പോഴവനെ തടഞ്ഞു നിർത്തി മര്യാദയ്ക്ക് ഇവനെ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. പക്ഷെ സാഗിയാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളൊക്കെ ഒരു ബാൻഡ് വെച്ചേക്കുവാണ് എങ്കിൽ പിന്നെ ആ ബാൻഡ് ഞാനും കൂടെ ജോയിൻ ആകാന്ന് പറഞ്ഞ് അവൻ എല്ലാവരോടും പറയുമ്പം ഇത് കേട്ട് ആ ടീം ഇരിക്കുന്ന ഒരുത്തനാണ് എങ്കിൽ പിന്നെ നമ്മുടെ ടീം ഫേമസ് ആവെന്ന് പറഞ്ഞ് നമ്മുടെ കോളേജിലെ സാഗിയ തെയ്യങ്ങും യഥാർത്ഥത്തിൽ സാഗിയ ഒന്ന് ചേർന്ന നമ്മുടെ ബാൻഡ് ഫേമസ് ആവുന്ന് അവനും പറയുമ്പം ഇത് കേട്ട് സാഗിയും കോളേജിലെ സാഗിയോ ഇവൻ അങ്ങനെയാണ് എല്ലാരും വിളിക്കുന്നത്, ഷടാ എന്റെ പേരിനൊന്ന് ചീത്ത പേരായി പോയില്ല ഇത്. ഏതാണ്ട് അവനും കളിയാക്കുമ്പം ഇത് കേൾക്കുന്ന തെയ്യങ്ങ അവന്റെ ഫ്രണ്ട്സും ഇവൻ ഈ ക്ലബ്ബിൽ വേണ്ടെന്ന് പറയും. അപ്പോഴാണ് സാഗിയാണ് അവരെ നോക്കി ചിരിച്ചോണ്ട് ചുമ്മാ എന്നെ നോക്കി പേടിക്കണ്ട, ഞാൻ ചേരുവാണ് നിങ്ങളുടെ സാഗിയ തോറ്റു എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ ടീമിൽ ചേർക്കാത്ത, കാരണം ഞാൻ ടീമെന്ന് ഞാൻ ലീഡറാം, പിന്നെ നിങ്ങളുടെ സാഗിക്ക് ഇവിടെ സ്ഥാനം കാണത്തില്ല അല്ലേ ടെയ്യങ്, അതുകൊണ്ടല്ലേ നീ പേടിച്ച് ഇപ്പൊ തന്നെ പിന്നോട്ട് മറന്ന്, ഞാനായാലും ഇതേ ചെയ്യത്തുള്ളൂ. ഏതിന് ഇവന് ടെയ്യങ്ങിനെ ദേഷ്യപ്പെടുത്തിയ ഉടനെ അവൻ എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ചാലഞ്ച് വയ്ക്കാന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഇവന്റെ ടാലന്റ് അവൻ അറിയണമെന്നറിയാം. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ച പിന്നെ ഈ ബാൻഡ് ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ടെന്നറിഞ്ഞ് അവന് സാഗിയെ വിളിക്കുമ്പം അവൻ അപ്പൊ തന്നെ സമ്മതിച്ചിട്ട് ഇവർ തമ്മിൽ മത്സരമാവും. അങ്ങനെ അതുകൊണ്ട് കോളേജിലിരിക്കുന്ന എല്ലാരും കൂടെ സാഗിയും ടെയ്യങ്ങും തമ്മിൽ മത്സരം എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ ചുറ്റും നോക്കുമ്പം കിംബോമിന്റെ കസിൻ അവിടെ ഓടി വന്ന് ഞാൻ സാഗിയെ സപ്പോർട്ട്
ഓട്ടിയത്തുള്ളെന്ന് പറഞ്ഞ് ആ തെയ്യങ്ങായിട്ട് ചുമ്മാ തർക്കിച്ചോണ്ടിരിക്കും. അപ്പനാണ് ആ വഴക്കിന്റെ ഇട ഇവിടെ സാഗിയാണെ കിംബോമിനെ കണ്ടിട്ട് ഒരു ശവനി മത്സരത്തിൽ വിജയിക്കുവാണ്. ആ മെലഡി എന്തുകൊണ്ടാ ഇവളുടെ ആയെന്നറിഞ്ഞ് അവൻ അതിനോട് ഉത്തരം വേണം ചോദിക്കും. അപ്പനാണ് അവളും വിജയിക്കുവാണ് ഇവനോട് പറയാന്നറിഞ്ഞ് അവന് വാക്കുകൊടുക്കുമ്പം അവന് സന്തോഷത്തി എനിക്കിത് മതി എന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് അവിടെ നിന്ന് പോയിട്ട് എന്റെ പൊന്നോ ഇവളുടെ അടുത്ത് സംസാരിച്ചപ്പോ എന്തിനാ എന്റെ നെഞ്ചിരുന്ന് ഇടിക്കുന്നത് എന്നിട്ട് അവൻ മൊത്തത്തിൽ നെർവസ് ആയിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവർ തമ്മിലുള്ള മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രണ്ടുപേരും ഒന്നിനും കുറവില്ലാതെ പരസ്പരം നല്ല രീതിക്ക് മ്യൂസിക് അടിച്ചോണ്ടിരിക്കും. അപ്പനാണ് മിസ്റ്റർ ജോയുടെ മകൾ ജീനയും അവിടേക്ക് ഒന്ന് സാഗി എന്തോ ചെയ്യുന്ന നോക്കുന്നത്. അങ്ങനെ അവനും മ്യൂസിക് അടിക്കുന്നുണ്ട്. ഇവളാണ് ഇത്രയും സന്തോഷത്തിൽ ഇവനെ കണ്ടിട്ടില്ലെന്നറിഞ്ഞ് അവള് വായി നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവൾക്ക് ഇവനെ ഇഷ്ടം. അതേസമയം രണ്ടുപേരും തമ്മി ഭയങ്കര മാസമായിട്ട് കോമ്പറ്റീഷൻ പോകുമ്പോഴാണ് അവസാനം സാഗിയുടെ ഗിത്താറാണെ പൊട്ടിപ്പോകും. അങ്ങനെ അതുകൊണ്ട് അവൻ മത്സരം തോറ്റു പോകുമ്പോഴാണ് അവന് സമ്മതിച്ചു കൊടുക്കും അവൻ മത്സരം തോറ്റോ എന്ന്. അതുകൊണ്ട് അവൻ എല്ലാരോടും തെയ്യങ്ങ ഈ മത്സരത്തിൽ വിജയിച്ചെന്നറിഞ്ഞ് അവൻ അവിടെ നടന്നു പോകുമ്പോഴാണ് ഇതേ സമയം ഇത് കണ്ടിട്ട് കിംബൊമ്മാനെ കുറച്ച് ടച്ചായി പോകും. അപ്പോഴാണ് സാഗിയ പഠിക്കുന്ന കോളേജിൽ കിംബൊമ്മ ഉള്ളത് കണ്ടിട്ട് അവന്റെ ബോസ് ജോയും ഇവൾ ആ കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പരസ്പരം എല്ലാം കണ്ടുമുട്ടിയെന്ന് ഇയാൾ ഒരാളെ വിട്ട് തിരക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് സത്യദീപന് പാട്ട് വായിക്കാനൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് രണ്ടാമന്മാര് സാഗിയെ കളിയായിക്കൊണ്ട് വരുമ്പം അവനാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവന്മാർക്ക് ഹായ് പറഞ്ഞിട്ട് എന്തായാലും ആ ക്ലബ്ബിൽ ചേരാൻ പറ്റുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് ഒരു ബാൻഡ് റെഡിയാക്കാന്ന് പറഞ്ഞ് അവനോട് നോട്ടീസ് വയ്ക്കും. ആണ് താല്പര്യമുണ്ട് എന്റെ ബാൻഡും ചേർന്നെന്ന് പറഞ്ഞ് അവനും പരസ്യം ചെയ്തിട്ട് കിംബോമിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവളും ഇവന്റെ മ്യൂസിക് എല്ലാം ഓർത്ത് നോക്കിയിട്ട് ഇവനോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി അവളെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ മത്സരം തോറ്റോണ്ട് വീണ്ടും ചോദ്യം ചോദിക്കത്തില്ല, ഇവിടത്തെ ഫുഡ് ഏതൊക്കെ ഇടില്ലെന്ന് പറഞ്ഞ് അവളോട് ഓർഡർ ചെയ്യാൻ ചോദിക്കുമ്പം ഇവളാണ് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് ചോദിക്കും. അപ്പോഴാണ് അവൻ അവിടെ ചമ്മിപ്പോയി നിൽക്കുന്നത്. കാരണം ഓർഡർ എടുക്കുന്ന ഇവളുടെ പണിയല്ല. അതിനുശേഷം അവൾ അവിടെ നിന്ന് പിയാനൊക്കെ വായിക്കുന്നിട്ട് അവൻ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവള് ജോലി നിന്ന് പുറത്തിറങ്ങുന്നവരെ അവന് വെയിറ്റ് ചെയ്ത് പുറകെ ചെല്ലുമ്പോഴാണ് ഇവന്റെ ബാൻഡി ഇവളൊന്ന് ചേരാൻ വേണ്ടി പറയും. കാരണം ഇവളെ കണ്ടപ്പോ തന്നെ വീണോ എന്ന് പറയുമ്പം അവളാണ് അതിട്ട് ഷോക്കാവും. അപ്പോഴാണ് അവനും ഞാൻ ഉദ്ദേശിച്ച നീ പിയാനോ വായിക്കുന്നുണ്ട് വീണോയത്, അതുകൊണ്ട് എന്റെ ബാൻഡും ചേരാവോ എന്നിട്ട് അവനും ചോദിക്കുമ്പം അവളും പോലീസിനെ വിളിക്കേണ്ട ഇവിടെ നിന്ന് പോയിക്കോന്ന് പറഞ്ഞ് അവള് വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവരുടെ ഒരുമിച്ച് കാണുന്ന അവന്റെ ബോസ് ജോയാണ് ദേഷ്യത്തിരിക്കും. എന്നിട്ട് അന്ന് രാത്രി എപ്പോഴത്തെ പോലെ തന്നെ അവൻ കറക്റ്റ് 5:45 എഴുന്നേക്കുമ്പോഴാണ് ഇവന്റെ വീട്ടിലാണ് ഇവന്റെ ബോസ് ജോ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ എപ്പോഴാ വന്ന് മിസ്റ്റർ ജോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പം അയാളാണ് ഇവനെ കണ്ടിട്ട് ഇവന് 2 ചോയ്സ് തരും. ഒന്ന് ക്രൗൺ ബാൻഡിൽ നിന്ന് ഇവൻ പുറത്തേക്ക് വന്ന്, രണ്ടാമത് ഇവൻ വിദേശത്ത് പഠിക്കാൻ വന്ന്. അങ്ങനെ ഇതിൽ ഏതിലോർന്ന് സെലക്ട് ചെയ്യാൻ പറയുമ്പം അവന് 2 ചെയ്താലും എനിക്ക് വേണ്ടി ഈ ബാൻഡ് ചേരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവനന്ന് കുടിച്ചിട്ട് അടി ഉണ്ടാക്കിയതുകൊണ്ടാണോ ആ ദേഷ്യത്തിനെ ടീമിൽ കയറ്റാത്തതെന്ന് പറഞ്ഞ് അതിനിപ്പോ സോറി വയ്ക്കുമ്പം അവനന്ന് അടിച്ചപ്പോ 6 വർഷം മുമ്പ് എന്തോ നടന്ന സംഭവത്തിന് പറഞ്ഞിട്ടാ ഇവൻ അടിച്ചെന്നറിയും. അങ്ങനെ അതെന്തോ സംഭവം ചോദിക്കുമ്പം ഇത് കേട്ട് അയാളും പേടിച്ചിട്ട് നിനക്കെല്ലാം അറിയാല്ലടാ, നീ അറിയാത്തോലെ ചുമ്മാ നാടൻ കളിക്കുക എന്നിന് അങ്ങേരും പേടിച്ചു പോകുമ്പോഴാണ് ഇവൻ ഈ ഡയലോഗ് അല്ലാതെ അവന് വേറൊരു കാര്യം ഓർമ്മയില്ലെന്നറിയും. അപ്പോഴാണ് ഇതൊന്നും കേൾക്കാൻ തയ്യാറില്ലാതെ അങ്ങേരാണ് പേടിച്ചിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിക്കുമെന്നറിഞ്ഞ് ഇവനെ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ കോളേജ് വെച്ചാണ് സാഗി അടിച്ചിടാൻ വേണ്ടി ജോ അവിടുത്തെ പയ്യന്മാരെ പറഞ്ഞാണ്. അപ്പോഴാണ് അവന്മാരും ഞങ്ങളുടെ ടീമിനെ എതിർക്കാൻ നീ ആരാണെന്ന് അറിഞ്ഞ് അവന്റെ പേര് യൂസ് ചെയ്ത് ഇപ്പൊ സാഗി അടിക്കാൻ നോക്കുമ്പോഴാണ് അവനാണ് അന്ന് മൈൻഡ് ചെയ്യാതെ ഇവന്മാരെ കവേർഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കും. പക്ഷെ അവന്മാരാണ് സമ്മതിക്കാതെ നീ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഐഡിലാന്ന് പറഞ്ഞ് ഞങ്ങളെ നോക്കി കളിയാക്കണമെന്ന് അവന് ദേഷ്യപ്പെടുത്താൻ നോക്കുമ്പം സാഗിയും നീയൊക്കെ ജലസായിക്കോന്ന് പറഞ്ഞ് ഇവന്റെ വഴിയിൽ നിന്ന് മാറിത്തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന്മാരാണ് ഇവൻ ചെറുതായിട്ടൊന്ന് തള്ളി വിട്ടുടനെ സാഗിയെ ഞങ്ങൾ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അവനെ കുറിച്ച് കുറെ നെഗറ്റീവ് കമന്റ്സ് തരാൻ വേണ്ടി അതെടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട് ഇവന്റെ മാനേജറും ഇവന്റെ ഉള്ള ചീത്ത പേര് കുറയ്ക്കാൻ പറഞ്ഞ ഇപ്പൊ കോളേജിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവനായിട്ട് കുറെ വഴക്കുറയും. അതേസമയം മിസ്റ്റർ ജോയും അവനെ ടീമിൽ നിന്ന് എടുത്തു കളയാമോന്ന് അറിഞ്ഞ് അയാളുടെ മോള് ജീനയാണ് എന്തിനാ വെച്ചാൽ അവനെ ടീമിൽ നിന്ന് കളയുന്നതെന്ന് പറഞ്ഞ് ഇവളെ കുറെ കെഞ്ചി നോക്കും. പക്ഷെ അയാളെടുത്ത തീരുമാനമായതുകൊണ്ട് അവസാനം സാഗിയും റിപ്പോർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ ചെന്ന് അവൻ കാരണം ഉണ്ടായ പ്രശ്നത്തിലെല്ലാം സോറി പറഞ്ഞിട്ട് അവൻ ഈ ക്രൗൺ ബാൻഡിൽ നിന്ന് റിസൈനായി പോകാൻ പോകുന്നറിയാം. അങ്ങനെ അതുകൊണ്ട് സാഗിയ പുറത്തേക്ക് വന്നുകൊണ്ട് അവനും കുറെ പൈസ സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന്റെ ആയിരിക്കുന്ന പൈസയും വീടെല്ലാം പോകുന്നറിയാം. അപ്പോഴാണ് അവനും എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് എന്റെ ഗിത്താറുമായി നിറഞ്ഞിട്ട് അവന് മാനേജറിന് ബായ് പറഞ്ഞ് പോകാൻ നോക്കുമ്പം അങ്ങേരാണ് ഇവന് ചെലവിന് വേണ്ടി കുറച്ച് പൈസ കൊടുക്കും. അതിനുശേഷം ഇവനെ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം ചോദിക്കുമ്പം അവനാണ് ദുഃഖമെല്ലാം മറച്ചു വെച്ചിട്ട് അതൊക്കെ നോക്കിക്കോൾ എനിക്കറിയാന്ന് പറഞ്ഞ് അവന് താങ്ക്സ് പറഞ്ഞ് പുറത്തേക്ക് വരും. പക്ഷെ ഇന്ന് എവിടെ താമസിക്കാൻ പോകുന്നതെന്ന് അവനൊരു പിടിയില്ല. അങ്ങനെ ആകെ മാനേജറിന് പൈസയും കൊണ്ട് ഇവൻ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഇവനെ കണ്ടിട്ട് ഇവനല്ലേ ക്രൗൺ ബാൻഡിൽ നിന്ന് പുറത്തേക്കാക്കിയെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് അതേസമയം ഇവന്റെ അമ്മ ഇവനെ ഫോൺ വിളിച്ച ഉടനെ ഇവൻ അവന്റെ അമ്മയോട് സന്തോഷത്തി എനിക്കൊരു കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞ്
അവനെ സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവൻ ആ ബാൻഡിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് ഈ ന്യൂസ് വായിക്കുന്ന കിംബമാണ് ഒരു ഇവളുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവള് സാഗിയെ പൈസ കൊടുത്ത് വാങ്ങിച്ചേനെന്ന് പറയും. പക്ഷെ പൈസ ഉണ്ടെങ്കിലും ഇപ്പൊ തന്നെ കുറെ കമ്പനിയിൽ നിന്ന് അവൻ ആൾക്കാരൊക്കെ വിളിച്ചു തുടങ്ങി കാണുമെന്ന് ഇവളെ മൈൻഡ് പോലും ചെയ്തെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ കറക്റ്റ് അതേസമയം അവന് വാടക വീട് അന്വേഷിച്ച് നേരിട്ട് വന്നിരിക്കുന്ന ഇവളുടെ വീടിന്റെ ഫ്രണ്ടില്ല. അപ്പോഴാണ് ഇവളുടെ വീടിന്റെ ഗേറ്റ് എത്തിയ ഉടനെ ഇവന്റെ സ്വപ്നത്തിൽ എപ്പോഴും വരുന്ന ആ സംഭവങ്ങളൊക്കെ ഇവന് ഓർമ്മ വരും. കാരണം ഇവളുടെ വീടെല്ലാം അവന്റെ സ്വപ്നത്തിൽ ഇതിനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനും അവന്റെ സ്വപ്നവും ഈ വീട് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവൻ കറക്റ്റ് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ വീട് വാടകയ്ക്കുണ്ടെന്ന് അവിടെ നോട്ടീസ് ഒട്ടിച്ചേക്കുന്നുണ്ട്. അവൻ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. My rhythm, my tears, my every